അപ്പോൾ നമ്മുടെ കാറ്റഗറി ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? കാറ്റഗറി ഇവിടെ വിസിബിൾ ആവണം അല്ലേ? ബാക്ക് എൻഡിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാറ്റഗറി ലിസ്റ്റിൽ കാണിക്കണം. അപ്പോൾ സ്റ്റാപ്പി CMSൽ പോയി നമ്മൾ കാറ്റഗറീസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആഡ് ചെയ്ത കാറ്റഗറീസ് എവിടെയാണ് സ്റ്റോർ ആവുന്നത്? ഡേറ്റാബേസിലാണ്. ഡേറ്റാബേസ് ഉള്ളത് റെൻഡറിലാണ്. ഓക്കെ, റെൻഡറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് PostgreSQL. അപ്പൊ അവിടെ അത് സ്റ്റോർ ആവും. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന്, അതായത് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഒരു റിക്വസ്റ്റ് അയക്കും. അതായത് നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് കാറ്റഗറി ആവശ്യമുണ്ടെന്നുള്ള ഒരു റിക്വസ്റ്റ് CMSലേക്ക് അയച്ചാൽ CMS അത് ഡേറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യും. ഓക്കെ, ഡേറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യും. ആ ഫെച്ച് ചെയ്ത ഡേറ്റയാണ് പിന്നീട് റെസ്പോൺസ് ആയി നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള പ്രോസസ്സ്. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കി, അതായത് കാറ്റഗറി ഡേറ്റാസ് ബാക്ക് എൻഡിൽ നിന്ന് ഈ ഒരു URL-ലാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നെയിം ഉണ്ട്, കളർ ഉണ്ട്, പക്ഷെ അതിന്റെ ഇമേജ് ഇവിടെ കാണിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇമേജ് എനിക്ക് ഫെച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അതിനായി ഈ ഒരു URL ചെറുതായി നമുക്ക് മാറ്റേണ്ടി വരും. അതായത് ഈ ഒരു URL-ലേക്ക് നമുക്ക് ഒരു പാരംസ് അയക്കേണ്ടി വരും. പോപ്പുലേറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് എല്ലാ ഡേറ്റാസും അവൈലബിൾ ആണ്. നെയിം, കളർ, അതിൽ ഐക്കൺ ഉണ്ട്, ഐക്കണിൽ ഡേറ്റ ID, അതിനകത്ത് URL upload/fruits. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇമേജ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്ട്രാപ്പി ഡോക്യുമെന്റേഷൻ നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതലായി ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്താണ് പോപ്പുലേറ്റ്? ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്ക് പോവാം. ഇവിടെ നമുക്ക് നമ്മുടെ ബാക്ക് എൻഡ് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് Axios. കാണാൻ പറ്റും npm Axios. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിനെ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം npm i Axios. ഞാൻ കോപ്പി ചെയ്തു, നേരെ എൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് വന്ന് ഇവിടെ ഒരു ടെർമിനൽ കൂടി ഓപ്പൺ ചെയ്ത് പേസ്റ്റ് ചെയ്തു, എൻ്റർ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ API ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ API ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഫോൾഡറിനകത്ത് ഇതിനൊരു ഫോൾഡറും കൂടി ആഡ് ചെയ്യാം. അതാണ് _utils. ഓക്കെ, അപ്പോൾ ഇതൊരു റൗട്ട് അല്ല. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, global API.jsx. ഈ ഒരു ഗ്ലോബൽ API-യിലായിരിക്കും എല്ലാ API-യും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ APIs എൻ്റെ, അതായത് കോമ്പണൻസിലായാലും അതേപോലെ തന്നെ പേജസിലായാലും ഞാൻ ആക്സസ് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ API ത്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് കാറ്റഗറി ആക്സസ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഒരു Axios ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. const Axios client = Axios.create. ഒരു ക്ലയന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലയന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ബേസ് URL. ബേസ് URL എന്താണ്? ബേസ് URL അതായത് അത് നമ്മുടെ ബാക്ക് എൻഡ് URL ആണ്. ലോക്കൽ ഹോസ്റ്റ് 1337/API. ഇപ്പോൾ API വരെയുള്ള സംഭവമാണ് നമ്മുടെ ബാക്ക് എൻഡ് URL. ഇനിയിപ്പോൾ നമ്മുടെ Axios ക്ലയന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കാറ്റഗറി ഫെച്ചിങ്. അപ്പോൾ കാറ്റഗറി ഫെച്ച് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാം. const get category = അതൊരു ഫംഗ്ഷൻ ആണ്, ആരോ ഫംഗ്ഷൻ. അവിടെ ഞാൻ പറയും Axios client ഡോട്ട് എനിക്ക് ഡേറ്റ ഫെച്ച് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗെറ്റ് മെത്തഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഗെറ്റ് എന്താണ് ഗെറ്റ് ചെയ്യേണ്ടത്? ഓൾറെഡി API വരെ എനിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് കാറ്റഗറീസ് ആണല്ലേ, കാറ്റഗറീസ് ആണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള സംഭവം കോപ്പി ചെയ്ത് ഇവിടെ ഇടും. അപ്പോൾ കാറ്റഗറീസ് ?populate. ഞാനിപ്പോൾ വെറും കാറ്റഗറി ഇടുകയാണെങ്കിൽ എനിക്കെന്തില്ല, അവിടെ ഇമേജ് ആക്സസ് ചെയ്യാൻ പറ്റൂല. ഇനി ഈ ഒരു ഗെറ്റ് കാറ്റഗറി എനിക്ക് വേറെ ഫയൽസിൽ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കിത് എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഗെറ്റ് കാറ്റഗറി. പെർഫെക്റ്റ്. ഇപ്പൊ എനിക്ക് ഈ ഒരു ഗെറ്റ് കാറ്റഗറി എന്നുള്ള API എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? അത് എൻ്റെ ഹെഡറിലാണ് യൂസ് ചെയ്യേണ്ടത്. ഹെഡറിൽ ഞാൻ ഓൾറെഡി കാറ്റഗറിക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു API കൂടി ഇംപ്ലിമെന്റ് ചെയ്യാം.
സോ അതിനായി ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഗെറ്റ് കാറ്റഗറി ലിസ്റ്റ് കോസ്റ്റ് അതൊരു ഫംഗ്ഷൻ ആണ്, ആരോ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലോബൽ API ആക്സസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഗ്ലോബൽ API എവിടെ നിന്നാണ് ഇമ്പോർട്ട് ആവുന്നത്, _utils ഗ്ലോബൽ API. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ഡോട്ട് എന്താണ്, ഗെറ്റ് കാറ്റഗറി ആണ്. അപ്പോൾ കാറ്റഗറി ആക്സസ് ചെയ്താൽ, അതായത് ദെൻ അതിന്റെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഒരു റെസ്പോൺസിന് കൺസോൾ ചെയ്യും. console.log വെറുതെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറുതായ ഒരു കോമയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺസോളിൽ ഇവിടെ കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ അതിനകത്ത് ഡേറ്റ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഡേറ്റ എന്നുള്ള പ്രോപ്പർട്ടിനകത്ത് വേറൊരു ഡേറ്റ കൂടി ഉണ്ട്, ഡേറ്റ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഡേറ്റ. അപ്പൊ ഈ ഒരു ഡേറ്റയിനകത്താണ് നമുക്ക് വേണ്ട ഡേറ്റാസ് ഒക്കെ അവൈലബിൾ ആയത്. അതായത് കാറ്റഗറി ലിസ്റ്റ് അവൈലബിൾ ആയത് ഡേറ്റ എന്നുള്ള ഒരു പ്രോപ്പർട്ടിനകത്ത് വേറൊരു ഡേറ്റ ഉണ്ട്, അതിനകത്താണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് response.data എന്നാക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, കാറ്റഗറി ലിസ്റ്റ്. ഇപ്പൊ എനിക്ക് ലിസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, പെർഫെക്റ്റ്. എന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് കോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഡയറക്റ്റായി ഇങ്ങനെ കോൾ ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ നെക്സ്റ്റ് JSൽ APIs ഒക്കെ കോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് യൂസ് എഫക്റ്റ് എന്നുള്ള ഒരു ഹുക്ക് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് യൂസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഹുക്കാണ്. യൂസ് എഫക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, യൂസ് എഫക്റ്റ്. അപ്പോൾ യൂസ് എഫക്റ്റ് എവിടെ നിന്നാണ് ഇത് വരുന്നത്, ഫ്രം റിയാക്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിന് നമ്മൾ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യേണ്ടി വരും, ഫംഗ്ഷൻ ആസ് എ ആർഗ്യുമെന്റ്. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തത് കൊടുക്കാനുള്ളത് ഒരു അറയാണ്. അപ്പോൾ ഞാൻ empty array കൊടുക്കുന്നു. ഈ empty array കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഉദ്ദേശം, അതായത് എൻ്റെ API ഫസ്റ്റ് ടൈം റൺ ആവണം. ഈ എൻ്റെ ഹെഡർ എന്നുള്ള കോമ്പനന്റ് മൗണ്ട് ആയ ആ സമയത്ത് ഗെറ്റ് കാറ്റഗറി ലിസ്റ്റ് എന്നുള്ള API കോൾ ആവണം. അതിനുശേഷം ഇത് കോൾ ആവേണ്ട ആവശ്യമില്ല എന്നതാണ് ഈ ഒരു empty array കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ പ്രാവശ്യം ഈ ഒരു API കോൾ ആയാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു യൂസ് എഫക്റ്റിനകത്ത് ഗെറ്റ് കാറ്റഗറി ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ ഞാനിതൊന്ന് റൺ ആവുന്നുണ്ടോ ഇല്ലേ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എറർ കാണിക്കും, യു ആർ ഇമ്പോർട്ടിംഗ് എ കോമ്പനന്റ് ദാറ്റ് നീഡ്സ് യൂസ് എഫക്റ്റ്, ഇറ്റ് ഓൺലി വർക്ക്സ് ഇൻ ക്ലയന്റ് കോമ്പനന്റ്. അപ്പോൾ ക്ലയന്റ് കോമ്പനന്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഹുക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ സർവർ സൈഡ് കോമ്പനന്റ് ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് ക്ലയന്റ് സൈഡായി മാറ്റേണ്ടി വരും. അതെങ്ങനെയാണ്, അത് ഈസിയാണ്. അതായത് നമ്മുടെ കോമ്പനന്റ് ഏറ്റവും ടോപ്പിലായി യൂസ് ക്ലയന്റ് എന്നിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു എറർ പോയി. ഒരു കാര്യമുണ്ട്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം കാറ്റഗറി എന്നുള്ള ഈ ഒരു API ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ റൺ ആവുന്നതാണ്. അതായത് ഈ 2 ഓപ്ഷനിലും വരുന്ന റെസ്പോൺസ് സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം API ഹിറ്റാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് കോൺഫിഗ് അവിടെ ഒരു ചെറിയൊരു കോൺഫിഗറേഷൻ ചെയ്യാം. നെക്സ്റ്റ് കോൺഫിഗിന്റെ അകത്ത് റിയാക്ട് സ്ട്രിക്റ്റ് മോഡ് ആസ് ഫാൾസ്. അപ്പോൾ നെക്സ്റ്റ് കോൺഫിഗ് എന്നുള്ള ഈ ഫയൽ നമ്മൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ഒന്നും കൂടി റൺ ചെയ്യേണ്ടി വരും. Ctrl+C npm run. അപ്പോൾ ഞാനിത് റൺ ചെയ്ത് നോക്കുന്നു, ഒറ്റ പ്രാവശ്യം കാറ്റഗറി റൺ ആവുന്നുണ്ട്. പെർഫെക്റ്റ്, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി എനിക്ക് ഈ ഒരു ഡേറ്റ എൻ്റെ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായി ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു കാറ്റഗറിക്ക് വേണ്ടി ഞാൻ ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഹുക്ക് ഉള്ളത്. അത് റിയാക്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായി കോൺസ്റ്റ് സ്റ്റേറ്റ് വേണ്ടത് കാറ്റഗറി ലിസ്റ്റിന്റെ ആണ്. അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് സെറ്റ് കാറ്റഗറി ലിസ്റ്റ് ഈക്വൽസ് ടു യൂസ് സ്റ്റേറ്റ് ഫ്രം റിയാക്ട്. ഓക്കെ, അപ്പോൾ ആദ്യം അതൊരു empty array ആയിരിക്കും, കാരണം അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല കാറ്റഗറി ലിസ്റ്റിൽ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, വൺസ് എൻ്റെ കാറ്റഗറി API എനിക്ക് റെസ്പോൺസ് തന്നു കഴിഞ്ഞാൽ എൻ്റെ കാറ്റഗറി ലിസ്റ്റ് എന്നുള്ള ഈ സ്റ്റേറ്റിലേക്ക് ഡേറ്റ ആഡ് ചെയ്യണം. ആദ്യം അത് empty ആണ്, ഇനിയിപ്പോൾ കാറ്റഗറിയിലേക്ക് ഡേറ്റ ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്യുന്നത്,
അപ്പോൾ ഡയറക്റ്റായി എനിക്ക് കാറ്റഗറി ലിസ്റ്റ് ഈക്വൽസ് ടു റെസ്പോൺസ് ഡോട്ട് ഡേറ്റ എന്ന് അസൈൻ ചെയ്യാൻ പറ്റൂല, കാരണം ഇത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ തൊട്ടടുത്ത് കൊടുത്തത്. അപ്പോൾ ഇതിന് ഞാൻ ഡേറ്റ അസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഡേറ്റ അസൈൻ ചെയ്യണം. അതെങ്ങനെയാ? സെറ്റ് കാറ്റഗറി ലിസ്റ്റ്, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇവിടെ എന്ത് ഡേറ്റ കൊടുത്തോ അത് എൻ്റെ സ്റ്റേറ്റിലേക്ക് അസൈൻ ആവും. അപ്പോൾ റെസ്പോൺസ് ഡോട്ട് ഡേറ്റ. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റ് എന്നുള്ള ഡേറ്റയുടെ വാല്യൂ ഇതായി. അപ്പോൾ ഈ അറേ ആണ് നമുക്ക് നമ്മുടെ ഡ്രോപ്പ് ഡൗണിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഡ്രോപ്പ് ഡൗൺ മെനു ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ, ബില്ലിംഗ്, ടീം, സബ്സ്ക്രിപ്ഷൻ എന്നുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? കാറ്റഗറി നെയിംസ് അല്ലേ. അപ്പോൾ കാറ്റഗറി നെയിംസ് കാണിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? അറേ ലുക്ക് ചെയ്യുന്നത് എങ്ങനെയാ? അതിനുള്ള ഫംഗ്ഷനാണ് മാപ്പ്. അപ്പോൾ മാപ്പ് ചെയ്യും. അപ്പോൾ മാപ്പിൽ എനിക്ക് ഈച്ച് ഐറ്റം കിട്ടും. ഓക്കെ, ഈച്ച് ഐറ്റം അതേപോലെ തന്നെ ഇൻഡെക്സും കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ ഇത് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കർലി ബ്രേസിന് പകരം ഇതിട്ട് കൊടുക്കുന്നു, ഡയറക്റ്റ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, സർക്കുലർ ബ്രാക്കറ്റ്. അപ്പോൾ ഇത് ഡയറക്റ്റ് റിട്ടേൺ ആവും. അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഇപ്പൊ റിട്ടേൺ ചെയ്യേണ്ടത് ഡ്രോപ്പ് ഡൗൺ മെനു ഐറ്റംസ് ആണ് അല്ലേ. ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഐറ്റംസ് ഞാൻ ചൂസ് ചെയ്യും, Ctrl+X, എന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ബില്ലിംഗ്, ടീം, സബ്സ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യും. ഇനിയിപ്പോൾ മെനു ഐറ്റംസിന്റെ ഈ പ്രൊഫൈൽ ഞാൻ മാറ്റിയിട്ട് ഇതെന്താണ്? ഐറ്റം അല്ലേ. അപ്പോൾ ഐറ്റം അല്ലെങ്കിൽ നമുക്ക് കാറ്റഗറി എന്ന് തന്നെ പറയാം. കാറ്റഗറി, കാരണം കാറ്റഗറി ലിസ്റ്റ് എന്ന് കിട്ടുന്നത് കാറ്റഗറിയാണ്. എന്ത് വേണമെങ്കിലും കൊടുക്കാതെ നമ്മുടെ ഇഷ്ടം. പക്ഷെ ഞാനിവിടെ കാറ്റഗറി എന്ന് മെൻഷൻ ചെയ്യുന്നു. ഇവിടെ വരുന്നത് കാറ്റഗറി ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലേ. ആട്രിബ്യൂട്ട്സിനകത്താണ് എൻ്റെ നെയിം കിടക്കുന്നത്. സോ കാറ്റഗറി ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് നെയിം. ഇതാണ് നെയിം. ഇവിടെ ഞാൻ ഓപ്ഷണൽ ചെയിനിങ് ചെയ്യും. കാരണം ഓപ്ഷണൽ ചെയിനിങ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ കേസ് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മിസ്സാണെങ്കിൽ അവിടെ നമുക്ക് അതിനെ ഒരു മാനേജ് ചെയ്യാനാണ് ഓപ്ഷണൽ ചെയിനിങ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവിടെ എറർ കാണിക്കും. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യും? ഒരു H2 ടാഗിനകത്ത് റാപ്പ് ചെയ്യും. H2. സോ H2 ടാഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടാഗിനകത്ത് ഞാൻ എൻ്റെ ഈ കാറ്റഗറി നെയിം ഇട്ട് കൊടുക്കും. ഓക്കെ, പെർഫെക്റ്റ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ കാറ്റഗറി ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യും, കണ്ടില്ലേ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഡൺ. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു നെയിമിന് മുന്നേ ആയി നമുക്കൊരു ഐക്കൺ ഇട്ട് കൊടുക്കണം. അപ്പൊ ഐക്കന്റെ കേസിൽ ഞാൻ എന്താ പറഞ്ഞത്? കാറ്റഗറി ലിസ്റ്റിനകത്ത് അത് ഡയറക്റ്റ് ആട്രിബ്യൂട്ട്സിനകത്തില്ല, മറിച്ച് അതുള്ളത് ഐക്കന്റെ ഉള്ളിൽ ഡേറ്റ ഉണ്ട്. ഡേറ്റ എന്നുള്ളത് ഒരു അറേയാണ്. അപ്പോൾ ഡേറ്റ ഓഫ് 0 അതിനകത്ത് ഉള്ള ആട്രിബ്യൂട്ട്സ് അതിനകത്താണ് നമ്മുടെ URL കിടക്കുന്നത്. സോ അതേ രീതിയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു H2 ടാഗിന് മുന്നേ ആയി ഞാൻ ഒരു ഇമേജ് ടാഗ് ഇട്ട് കൊടുക്കും. ഇമേജ് SRC എന്താണ്? കാറ്റഗറി ഡോട്ട് ആട്രിബ്യൂട്ട്സ് ആണ് അല്ലെ. ആട്രിബ്യൂട്ട്സ് അതിനകത്ത് നമുക്ക് ഐക്കൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഐക്കൺ ഓഫ് ഡേറ്റ ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് URL. ഞാനിപ്പോൾ ഇതെല്ലാം ഓപ്ഷണൽ ചെയിനിങ് ചെയ്യുന്നു. ഒരു ആൾട്ട് കൊടുക്കാം. ഐക്കൺ എന്നാണ്. വിഡ്ത്ത് എത്രയാ? വിഡ്ത്ത് ഒരു 23, ഹൈറ്റ് അറൗണ്ട് 23. ക്ലോസ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കാണിക്കൂല. ഓക്കെ, അത് ബ്രോക്കൺ ആണ്. എന്തുകൊണ്ടാണ് ബ്രോക്കൺ ആയത്? ബ്രോക്കൺ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇത് കംപ്ലീറ്റ് URL അല്ല, ഇതൊരു ജസ്റ്റ് ഒരു പാത്താണ്. ഇപ്പൊ കംപ്ലീറ്റ് പാത്ത് അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിന്റെ കംപ്ലീറ്റ് URL കൊടുത്താൽ മാത്രമാണ് ഒരു ഇമേജ് ഇവിടെ വിസിബിൾ ആവുക അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ബാക്ക് എൻഡും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ബാക്ക് എൻഡ് ബേസ് URL ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് എൻഡ് ബേസ് URL. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രോജക്റ്റിൽ ഒരു ഫയലും കൂടി ആഡ് ചെയ്യും. റൂട്ട് ഫോൾഡറിലാണ്. സോ ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട്
env.local. നമ്മുടെ പ്രോജക്റ്റ് ത്രൂ ഔട്ട് പ്രോജക്റ്റിന് ആവശ്യമായ എന്തെങ്കിലും വേരിയബിൾസ്, എൻവയറമെന്റ് വേരിയബിൾസ് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായി യൂസ് ചെയ്യുന്ന ഫയലാണ് .env.local. ഇതിൽ ഞാൻ എൻ്റെ ബേസ് URL പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യാൻ പറ്റൂല, നമുക്കൊരു വേരിയബിൾ നെയിം കൊടുക്കണം. സോ വേരിയബിൾ നെയിം മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് പബ്ലിക് എന്നുള്ള നെയിം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് വേണ്ട പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ backend URL which is equals to എന്താണ്, സോ http://localhost1337. വൺസ് ഏതെങ്കിലും ഒരു വേരിയബിൾ നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Next.js പ്രോജക്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. npm rundev വീണ്ടും അടിച്ചു കൊടുക്കണം. ഇനി എന്ത് ചെയ്യാം, എൻ്റെ ഇമേജ് സോഴ്സിൽ എൻവയറമെന്റ് വേരിയബിൾ ആക്സസ് ചെയ്യാം. അതെങ്ങനെയാണ്, process.env. എന്താണ് നമ്മുടെ എൻവയറമെന്റ് വേരിയബിൾ നെയിം, ഇത് നെക്സ്റ്റ് പബ്ലിക് ബാക്കെൻഡ് URL. ഇത് കോപ്പി ചെയ്തു Ctrl+V, എന്നിട്ട് ഇവിടെ പ്ലസ്. ഇതാണ് നമ്മുടെ ഇമേജ് URL, കംപ്ലീറ്റ് URL. കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഇഷ്യൂ വരാനുള്ള കാരണം നമ്മുടെ URL ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാറ്റഗറി, ഇതാണ് കാറ്റഗറി. അതിൽ ആട്രിബ്യൂട്ട്സ് എന്നുള്ള പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വരുന്നത് ഐക്കൺ ആണ്. ഐക്കൺ ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഡേറ്റ അതൊരു അറേയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡേറ്റ ഓഫ് 0 അല്ലെ, 0th ഇൻഡെക്സിലാണ് നമ്മുടെ ഡേറ്റ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഡേറ്റ ഓഫ് 0. അതിനുള്ളിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. എന്നിട്ട് ഈ ആട്രിബ്യൂട്ട്സിനകത്തുള്ള URL ആണ് എനിക്ക് ആക്സസ് ചെയ്യണം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊരു വേറൊരു എററും കൂടി കാണിക്കുന്നുണ്ട്, ഇൻവാലിഡ് SRC prop. അതായത് ഇത് പറയുന്നത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 1337 എന്നുള്ള ബാക്കെൻഡ് URL നിന്നാണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഇത് ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്കെൻഡ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും, നെക്സ്റ്റ് കോൺഫിഗറേഷനിൽ വൈറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് നമ്മൾ നെക്സ്റ്റ് കോൺഫിഗറേഷനിലേക്ക് പോവാം. അവിടെ നെക്സ്റ്റ് കോൺഫിഗ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ നമുക്കൊരു പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യണം, ഇമേജസ്. അപ്പൊ ഇമേജസ് നമ്മൾ എവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്, അപ്പൊ ഇമേജസ് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഇമേജസ് എന്നുള്ള ഒബ്ജക്റ്റിനുള്ളിൽ ഡൊമൈൻസ് എന്ന് പറയുന്ന ഒരു അറയുണ്ട്. ഓക്കെ, ഡൊമൈൻസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെയാണോ വൈറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ വൈറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത് ലോക്കൽ ഹോസ്റ്റ് ആണ്. ലോക്കൽ ഹോസ്റ്റ് റീറൺ ചെയ്യേണ്ടി വരും. സോ റൺഡെവ് നമ്മുടെ ഇമേജസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ. ഇമേജസ് ലോക്കൽ ഹോസ്റ്റിൽ നിന്നാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആട്രിബ്യൂട്ട് കൂടി ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് അൺഓപ്റ്റിമൈസ്ഡ് ഈക്വൽസ് ടു ട്രൂ. കാരണം ഇത് ലോക്കൽ ഹോസ്റ്റിൽ നിന്ന് ആക്സസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു URL ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് അൺഓപ്റ്റിമൈസ്ഡ് ട്രൂ എന്നിട്ട് കൊടുത്തു. ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, നമുക്ക് നമ്മുടെ ഇമേജസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ സ്റ്റൈലിംഗ് ഒന്ന് മാറ്റാം. ഇത് മൊബൈൽ സ്ക്രീൻ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ചെറിയ വിൻഡോയിൽ കാണാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യും, റൈറ്റ് ക്ലിക്ക്, ഇൻസ്പെക്ട്. ഞാനിത് താഴെ പ്ലേസ് ചെയ്യും. ഇവിടെ ഡിവൈസ് ടൂൾ ബാർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യും. റെസ്പോൺസീവ്, ഓക്കെ, റെസ്പോൺസീവ് തന്നെയാണ് എനിക്ക് വേണ്ടത്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയി കൂട്ടും. എന്നിട്ട് 100% ഉള്ളത് 50% ആക്കും. ഇത് വീണ്ടും കൂട്ടും. ഓക്കെ, ഡ്രോപ്പ് ഡൗൺ മെനു ഐറ്റം ക്ലാസ് നെയിം ഈക്വൽസ് ടു എന്താണ്, ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ആവണം. അതേപോലെ തന്നെ ഗ്യാപ്പ് ടു സെന്റർ ആവണം. അതിന് നമ്മൾ കൊടുക്കുന്ന കർസർ അതൊരു പോയിന്റർ ആവണം. കർസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കർസർ പോയിന്റർ നിങ്ങൾക്ക് കാണിക്കും ഒരു ഹാൻഡ് സിമ്പിൾ, അതാണ് ഞാൻ കൊടുത്തത്. ഇവിടെ ഞാൻ എഴുതിയത് മൈ അക്കൗണ്ട് എന്നാണ്, അത് ഞാൻ ചേഞ്ച് ചെയ്യും. മൈ അക്കൗണ്ട് എന്നല്ല, ബ്രൗസ് കാറ്റഗറി എന്നിരിക്കട്ടെ, ബ്രൗസ്. ഡൺ.